മലയാള ചലച്ചിത്രത്തെ വിശ്വത്തിൻ്റെ മേഘച്ചിറകിലേക്ക് ഒരു തുമ്പിയെപ്പോലെ എടുത്ത് പറന്നുയർന്ന ഒരു സത്യജിത് റേ നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജി അരവിന്ദൻ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ തമ്പിലെ കാവ്യസംസ്കാരം പാട്ടെഴുത്ത് എന്നല്ല പറയുന്നത്, കാവ്യസംസ്കാരം ഉണ്ടാക്കിയത് ശ്രീ കാവാലമായിരുന്നു. സാമന്തമലഹരി രാഗം സോപാന സ്വഭാവമുള്ള രാഗമാണത്. ആ ശ്രുതിയിൽ സാമന്തമലഹരി പാടണമെങ്കിൽ അത് കർണാടക സംഗീതം പഠിച്ചയാൾക്ക് പാടാൻ പറ്റില്ല. കാരണം സോപാന സംഗീതവും കൂടി അറിയുന്നയാൾക്ക് പഠിച്ചയാൾക്കേ പറ്റുള്ളൂ. കറുകറെ കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറി വരും വിശ്വമൂർത്തി. ഈ പാട്ട് കേട്ടിട്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് ഭ്രാന്ത് പിടിച്ചു എനിക്ക്. പിന്നീട് ദേവാസുരം എന്ന ചിത്രത്തിൽ ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ രാഷൻ ചേട്ടനും ഞാനായിട്ട് കമ്പോസിങ്ങിന് ഇരിക്കുമ്പം ഇതെൻ്റെ പാട്ടിനെക്കുറിച്ച് പറയുന്ന പങ്ക്തിയല്ല, എങ്കിലും സാന്ദർഭികമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ. ഞാൻ പറഞ്ഞു സാമന്തമലഹരിയിലൊരു ശ്ലോകം വേണം രാഷണേട്ടാ. അപ്പോൾ എന്താടോ നിനക്ക് സാമന്തമലഹരിയോട് ഇത്ര ഇഷ്ടം? ഞാൻ പറഞ്ഞു ആ താടിക്കാരൻ, ആ ധിഷണാശാലി അരവിന്ദേട്ടൻ, അദ്ദേഹം മോഹിച്ചൊരു രാഗമാണല്ലോ. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് ആയിരുന്നു, കാരണം ചെറിയ കുട്ടികളൊക്കെ അച്ഛാ എനിക്കൊരു സ്ലേറ്റ് വാങ്ങിച്ചു തരുമോ, ഒരു മിഠായി വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ച മാതിരി ഞാൻ രാഷൻ ചേട്ടനോട് ചോദിക്കുകയാണ്, സാമന്തമലഹരിയിലൊരു പാട്ട് എനിക്ക് ഉണ്ടായി തരുമോ. അപ്പോൾ ഞാൻ സാമന്തമലഹരിയിൽ കമ്പോസ് ചെയ്താൽ നീ എഴുതുമോ എന്ന് ചോദിച്ചു. എഴുതും, അത് എൻ്റെ പ്രാർത്ഥനയാണ്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ദേവാസുരത്തിൻ്റെ അവസാന നിമിഷത്തിൽ വന്നിട്ട് ദൈവങ്ങൾക്കൊപ്പം ചില്ലിട്ട് വെച്ചൊരു ചിത്രമുണ്ടായിരുന്നു, അത് പൊട്ടിപ്പൊളിഞ്ഞത് കാണാനുള്ള ആത്മബലമില്ലടോ നീലകണ്ഠ. നവ മുകുന്ദന് കൊടുത്തതിൻ്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്, അതങ്ങോട്ട് സ്വീകരിക്കാൻ തൊട്ട് ഇടയ്ക്ക് ഒരു പെരുക്കം പെരുക്കിയിട്ട് പാടേണ്ട സിറ്റുവേഷനാണത്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ദ്വാപരചന്ദ്രിക ചർച്ചിതമാം നിൻ്റെ ദ്വാരകാപുരി എവിടെ, പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളുമെവിടെ, ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമീ നെഞ്ചിൽ എന്നാത്മപ്രണാമം. പ്രേമസ്വരൂപനാം സതീർത്ഥ്യൻ്റെ കാൽക്കൽ എൻ കണ്ണീർ പ്രണാമം. ഇത് ആരാധ്യനായ ശ്രീ കാവാലം നാരായണപ്പണിക്കരുടെ കാൽക്കൽ അക്ഷരം കൊണ്ട് കുചേലനായ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പ്രണാമമായിരുന്നു. പത്മരാജൻ എന്ന പേര് പ്രണയത്തിൻ്റെ പര്യായമാണ്. അദ്ദേഹത്തിൻ്റെ ചെറുകഥ ലോകോത്തരമാണ് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ലോകത്തിലെ വലിയ ചെറുകഥയൊന്നും വായിച്ചില്ല, മോപ്പസാങ് തുടങ്ങിയ ആളുകളെ വായിച്ചുള്ളൂ. മലയാളി ആയിട്ട് അദ്ദേഹമൊക്കെ മലയാളത്തിൽ ജനിച്ചു പോയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലോ ഇറ്റലിയിലോ ജർമ്മനിയിലോ എവിടെയെങ്കിലുമൊക്കെ ജനിച്ചിരുന്നെങ്കിൽ നോബൽ സമ്മാനം സാഹിത്യം നോബൽ സമ്മാനം കൊണ്ടു കൊടുക്കുമായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ചലച്ചിത്രത്തിലും അദ്ദേഹം ഓസ്കാർ എന്നൊക്കെ പറഞ്ഞാൽ അത് പത്മരാജന് വേണ്ട, നമ്മുടെ മനസ്സിലുണ്ടല്ലോ. നമ്മുടെ മനസ്സാണ് ഓസ്കാർ മുത്തച്ഛനായിട്ട് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം വികൃതി തുളുമ്പുന്ന, വിസ്മയം തുളുമ്പുന്ന,
ആഴവും പരപ്പും അഗ്നിയും ജ്വലിക്കുന്ന ഒരുപാട് സിനിമകളും കഥകളും നമുക്ക് തന്നിട്ടാണ് 40കളിൽ പ്രായത്തിൻ്റെ 40കളിൽ മടങ്ങിപ്പോയത്. അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ കവാലം സാർ എഴുതിയ ഒരു പാട്ട് അത്ഭുതത്തിൻ്റെ പാട്ടാണ്. പൂവാം കുഴലി പെണ്ണിനുണ്ടൊരു കിളുന്ന പോലുള്ള മനസ്സ്, കുഞ്ഞായി വിരിഞ്ഞ്, കുഞ്ഞായി വിരിയാണ്. വിരിയുമ്പോൾ കുഞ്ഞാവുക എന്നുള്ളത് വ്യാകരണമാണ്. കുഞ്ഞായി വിരിഞ്ഞ് പൊന്നില നിരന്ന് കുളിർന്നൊരു മനസ്സ്. പൂവാം കുഴലിയാണ് പെണ്ണ്. പൂവ് പോലെ ഉള്ള മുടിയുള്ളവൾ, അല്ലെങ്കിൽ പൂവ് ചൂടിയ മുടിയുള്ളവൾ, അല്ലെങ്കിൽ പൂ പോലെ വിടരുന്നവൾ. അവൾക്കുണ്ട് എന്തുണ്ട്? കീളുന്ന പോലൊരു മനസ്സ്. ഒരിക്കലും അവൾക്ക് ദൃഢമായൊരു മനസ്സുണ്ടാവില്ല. അവൾക്ക് ഒരാളെ ബോംബെറിഞ്ഞ് കൊല്ലാനുള്ള മനസ്സുണ്ടാവില്ല. അവൾക്ക് കിളുന്ന പോലുള്ള മനസ്സുകൊണ്ട് ഒരമ്മയുടെ മാറിൽ ചേർന്ന് നടന്നൊരു കുഞ്ഞാവാം, ഒരേട്ടൻ്റെ നെഞ്ചിലെ കണ്ണീരാവാം, ഒരച്ഛൻ്റെ കണ്ണിലെ പ്രാർത്ഥനയാവാം. കുഞ്ഞായി വിരിഞ്ഞ് പൊന്നില നിരന്ന് കുളിർന്നുലഞ്ഞൊരു മനസ്സ്. അക്കരെ കാട്ടിൽ അരമനമേട്ടിൽ ആതിരക്കന്നിക്കേറതു ശാന്തി. ഏത് അച്ഛൻ്റെയും പ്രാണസങ്കടമാണ്, സന്തോഷവുമാണ് ഋതുശാന്തി. വയനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു വിഷം കുടിച്ചിട്ട്. ഇതാണ് മൂത്ത മകൾ ഋതുമതിയാവുകയാണ്. മൂത്ത മകൾ വലുതാവുന്നു. ഭയമാണ്, ഭയത്തിൻ്റെ ഒരു നിമിഷമാണത്. മകൻ വലുതാവുന്നു, അവൻ SLC പാസ്സാവുന്നു എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണ്. മൂത്ത മകൾ ഋതുമതിയാവുന്നു എന്ന് പറയുന്നത്. അക്കരെ കാട്ടിൽ അരമനമേട്ടിൽ ആതിരക്കന്നിക്കേറതു ശാന്തി. മുത്തണി മാറത്ത് നാണം പിടഞ്ഞപ്പോൾ മൂകാംബരമാകെ തുടി മുഴങ്ങി. മകൾക്ക് നെഞ്ചിൽ നാണം പടയുമ്പോൾ മൂകാംബരത്തിൽ, നിശബ്ദമായ ആകാശത്തിൽ ഇടിമുഴങ്ങി, തുടിമുഴങ്ങി എന്ന് പറയുമ്പം അത് എക്കാലത്തും പെൺമക്കളുണ്ടായ ഒരു അച്ഛൻ്റെ ആകുലതയാണ്, വ്യാധിയാണ്, ഭീതിയാണ്. അത് 4 അക്ഷരത്തിൽ എഴുതി തന്ന ആ ഭീതിയെ വളരെ ആരും കാണാത്ത പത്മരാജൻ്റെ ഹൃദയത്തിൻ്റെ ഇടനാഴിയിലൂടെ ഒരു ശലഭത്തെപ്പോലെ പറന്നു നടന്ന് എക്കാലത്തെയും ഒരു അച്ഛനും അമ്മയ്ക്കുണ്ടാകുന്ന വ്യാധിയായി സൂക്ഷിച്ച നാരായണപ്പണിക്കർ സാർ, കാവാലം ഗുരു തന്നെ എൻ്റെയും നമ്മുടെ മലയാളിയുടെയും. തേയിലത്തോട്ടത്തിലെ ആകുല സാഗരേ എന്നാണ് ആദ്യത്തെ പാട്ട് മലയാളത്തിൽ. മുതുകുളം രാഘവൻ പിള്ളയാണ് ഈ പാട്ടെഴുതിയത് ബാലൻ എന്ന ചിത്രത്തിൽ. തേയിലത്തോട്ടത്തിലെ ആകുല സാഗരയെ. അതുപോലെ നമുക്ക് അവിടെ നിന്ന് തുടങ്ങുന്ന മലയാള പാട്ടിൻ്റെ പാരമ്പര്യത്തിൽ അനശ്വരനായ നടനും വിശ്രുതനായ നാടക സംവിധായകനും നിർമാല്യത്തിലെ വെളിച്ചപ്പാടും നിറപുണ്യത്തിൻ്റെ നിലാവുമായ PJ ആൻ്റണി സാർ പാട്ടെഴുതിയിട്ടുണ്ട്. പകരം തരുവാനൻ കയ്യിൽ തകർന്നൊരോട് കുഴൽ മാത്രം മനോഹരി എന്ന മധുര പുണ്യ സംഗീതം എഴുതിയ അദ്ദേഹം നമുക്ക് G. ശങ്കരക്കുറുപ്പിലേക്ക് ഉള്ള പാലം തുറന്നു തന്നിട്ടുണ്ട്. ശങ്കരക്കുറുപ്പ് മാഷ് പാട്ടെഴുത്തുകാരനായിട്ട് വന്നതല്ല,
അദ്ദേഹത്തിൻ്റെ കവിത മലയാളി ആസ്വദിച്ചാണ്. ശ്രാന്തമംബരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധക്ലേശ രോമന്ധം മമ സ്വാന്തം ശ്രാന്തമംബരം. സാഗര സംഗീതത്തിൻ്റെ ധ്വനി അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. മഹാകവി പാല നാരായണൻ നായർ സാർ എഴുതിയിട്ടുണ്ട്, മുന്നേറും പ്രണയം കൃഷി താനേ. ആ കാലത്ത് സിനിമ അങ്ങനെയാണ്. ഒരു പെൺകുട്ടിയോട് പറയാണ്, കാമുകനെ കാത്തു നിൽക്കുകയാണ്. അപ്പം കാമുകൻ വൈകിപ്പോയി. അദ്ദേഹം കൃഷിക്കാരനാണ്. അപ്പം കാമുകി പണ്ടത്തെ ഭാഷയിൽ പ്രതികരിച്ചു, ചേട്ടാ ഇത്ര നേരം ഞാനിവിടെ കാത്തിരിക്കുന്നത് ചേട്ടൻ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, മുന്നേറും പ്രണയം കൃഷി താനേ, കാരണം നിന്നേക്കാൾ എനിക്ക് പ്രണയം കൃഷിയോടാണ് എന്നുള്ള ഗാനരചനയുടെ പാരമ്പര്യങ്ങളിലൂടെയാണ്. ഇതുമാതിരി മുല്ലനേഴി അന്തസ്സുള്ള പാട്ടുകൾ എഴുതുകയാണ്. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാതകളിൽ. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാതകളിൽ. കടിഞ്ഞാണില്ലാതെ കാലുകളില്ലാതെ തളിരും തണലും തേടി. കടിഞ്ഞാണില്ലാതെ കാലുകളില്ലാതെ തളിരും തണലും തേടി. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാതകളിൽ. മനസ്സ് രഥവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയാണ്. പണ്ട് ഒരിക്കൽ മഹാപണ്ഡിതനായ ഒരു മനുഷ്യൻ്റെ കൂടെ ഇരിക്കാനുള്ള യോഗം ഉണ്ടായി, എനിക്ക് ഭാഗ്യം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, കഥകളിയിലെ രഥവേഗ മുദ്ര പോലെയാണ് ജീവിതം. കഥകളിയിലെ രഥവേഗ മുദ്ര, കാരണം പുറകോട്ട് കടിഞ്ഞാണ് പിടിച്ച് വലിക്കുകയാണ് നടൻ, അപ്പോൾ കുതിര മുന്നോട്ട് പോകുന്നു എന്ന സങ്കല്പമാണ്. ഇക്കാലത്തും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, അല്ലെ നമ്മളെ തൃപ്തിപ്പെടുത്തുകയാണ്, നമ്മളോട് പ്രാർത്ഥിക്കുകയാണ്. അത് രഥവേഗമുദ്ര. അതുപോലെയാണ് മനസ്സ്. മനസ്സൊരു മാന്ത്രിക കുതിരയായിട്ട് പായാണ് മനുഷ്യൻ കാണാത്ത പാതകളിൽ. അവനവിടെ അവൻ്റെ വഴി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അവൻ്റെ അക്ഷാംശം രേഖാംശവുമില്ല, അവൻ്റെ അച്ചുതണ്ടില്ല, അവൻ്റെ സമുദ്രമില്ല, അവൻ്റെ മരുഭൂമിയില്ല. ആ വഴിയിൽ പറക്കുകയാണ് മനുഷ്യൻ. അത് സ്നേഹത്തിലായാലും പ്രണയത്തിലായാലും കലഹത്തിലായാലും കൊലപാതകത്തിലായാലും. പത്രം വായിക്കുമ്പോൾ കാണാം, കത്തി കയറ്റി. പണ്ടൊക്കെ കത്തി കുത്ത് എന്നേ പറയുള്ളൂ. കത്തി എടുക്കണം, അത് തുറക്കണം, അത് നിവർത്തണം, കുത്തണം, കൊല്ലണം. കത്തി കയറ്റി എന്ന് ഞാനിത് ഇന്ന് രാവിലെയും പത്രത്തിൽ വായിച്ചാണ്. അതൊരു സ്പ്രിങ്ങാണ് എന്ന് പറയുന്നു. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, ഒട്ടും മേടിക്കുകയില്ല. അപ്പം അതുവരെ രഥവേഗ മുദ്രയിലായിരിക്കുന്നു കത്തി എടുക്കുന്നതും കയറ്റുന്നതും. അതുപോലെ മനസ്സ് മനുഷ്യൻ കാണാത്ത പാതകളിൽ സഞ്ചരിക്കുകയാണ്. കടിഞ്ഞാണില്ലാതെ, കാലുകളില്ലാതെ. കാലുകളുള്ളവനെ ഭൂമിയിൽ ഉറപ്പുള്ളൂ. ഭൂമിയിൽ അശ്വത്തിൻ്റെ കുളമ്പ് പതിയണമെങ്കിൽ ഭൂമി ഉണ്ടാവണം ആദ്യം.
ഭൂമിയിൽ ഊന്നാൻ കാലുകളുണ്ടാവണം. അതില്ലാതെ ചില മലയാള സിനിമയിലെ യക്ഷിക്കഥയിലെ പ്രേതങ്ങൾ വരുന്ന മാതിരി സഞ്ചരിക്കുകയാണ് മനസ്സ്, മനുഷ്യൻ കാണാത്ത പാതകളിൽ. അങ്ങനെ മനുഷ്യൻ്റെ വിഭ്രാമകമായ ചിന്തകളെയും അവൻ്റെ രഥവേഗങ്ങളെയും മോഹിപ്പിച്ച മുല്ലനേഴി തന്നെ പറഞ്ഞിട്ടുണ്ട്, കാക്കിക്കുള്ളിൽ ഒരു കലാകാരനുണ്ട് എന്ന് ശ്രീനിവാസൻ എന്ന നടൻ, സത്യൻ അന്തിക്കാടെന്ന ഗ്രാമീണ മനസ്സിൽ കറുക വിരിയിച്ച സംവിധായകൻ്റെ പടത്തിൽ പവിഴമല്ലി പൂത്തു നിന്ന നീലവാനം, പ്രണയമല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ശുഭപ്രതീക്ഷണം. ഭൂമി സുന്ദരമാണ്, ഭൂമിയിൽ നന്മയേ ഉള്ളൂ. ഈ പ്രതീക്ഷയാണ് എല്ലാവരെയും. മൂർധാവിൽ ആപ്പിൾ വീണപ്പോൾ ഭൂഗുരുത്വമുണ്ടായി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെപ്പോലും പ്രതീക്ഷിച്ചത്, അദ്ദേഹത്തെ കൊണ്ടുനടന്നത് ഈ പ്രതീക്ഷയാണ്, ഈ സ്നേഹമാണ്. ഇതൊക്കെ ഉണ്ട്. പവിഴമല്ലി പൂത്തു നിന്ന നീലവാനുണ്ട്, പ്രണയമല്ലി പുഞ്ചിരിക്കുന്ന ദിവ്യയാമങ്ങളുണ്ട്, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരി, ഈ ഭൂമി സുന്ദരമാണ് എന്ന് പോസിറ്റീവായിട്ട് നമ്മളെ മക്കളെ കേൾപ്പിക്കാനും പഠിപ്പിക്കാനും ഉള്ളൊരു പാഠവും കൂടിയാണ് ചലച്ചിത്രത്തിൽ. ചലച്ചിത്രത്തിൽ പാഠം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. വലിയ ഗ്രന്ഥങ്ങൾ 1000 പേജ് എഴുതിയെങ്കിലേ മനുഷ്യൻ്റെ മനസ്സിൽ നിൽക്കുന്നതെന്ന് പറയാനില്ല. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്ന് യൂസഫിൽ എഴുതിയപ്പോൾ അത് പൂങ്കിനാവിലാണ് ഓമലാളെ കണ്ടതേ. എൻ്റെ മകൻ ഇപ്പം 10ാം തരത്തിൽ പഠിക്കുകയാണ്, മൂത്ത മകൻ. അവൻ ചിലപ്പം കമ്പ്യൂട്ടറിലായിരിക്കും കാണാം, പക്ഷേ മനസ്സിലാണല്ലോ. അപ്പം അങ്ങനെ സങ്കല്പിക്കാനും മോഹിപ്പിക്കാനും പഠിപ്പിക്കുന്നതാണ് സാഹിത്യം, പാഠം. അത് പാട്ടിലൂടെ ആവാം. ചെറിയ ചെറിയ ഇപ്പം ഈ വലിയ ചില ആനയെ മയക്ക് വെടി വെച്ച് തിളയ്ക്കും എന്ന് കേട്ടിട്ടുണ്ട്. തൃപ്രയാർ കേശവൻ ഇടഞ്ഞു, അവനാളെ കൊന്നു, അല്ലെങ്കിൽ കൊല വിളിക്കുന്നു, അവൻ ചിഹ്നം വിളിക്കുന്നു, അവൻ കവുങ്ങും തോട്ടം ചവിട്ടി നശിപ്പിക്കുന്നു, പാപ്പാനെ എടുത്ത് വലിച്ചെറിഞ്ഞ് ചീന്തി എറിയുന്നു. മണ്ണുത്തിയിൽ നിന്ന് ഒരു മയക്കുവെടി വിദഗ്ധൻ വന്നിട്ട് അദ്ദേഹത്തിന്, ഈ ആന എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു മയക്കുവെടി കൊടുക്കുന്നു. പക്ഷേ ആന ഈ മയക്കുവെടിക്ക് വിധേയനായില്ലെങ്കിൽ തിരിഞ്ഞ് മണ്ണുത്തിയുള്ള പണിക്കരുടെ ജീവിതം കൊണ്ട്, പണിക്കർ ഓടി ഒരുപാട് ചരിത്രമുണ്ട്. ജീവനാണേ. ഒരുപാട് മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഈ മഹാപ്രതിഭ ഒരു മയക്കുവെടിയായിട്ട് ഇറങ്ങുകയാണ്. അദ്ദേഹം അത് ചെയ്തിട്ടില്ലെങ്കിൽ നശിക്കാൻ പോകുന്ന ഒരു ഗ്രാമമാണ്, ഒരു സമൂഹമാണ്, നാളത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മയക്കുവെടി എന്ന് പറയുന്ന സാധനം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഉണ്ട്. ഈ മയക്കുവെടി സിനിമാ പാട്ടിലുമുണ്ട്. വളരെ ഈശ്വരചിന്തയിതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ, അത് ആ മയക്കുവെടിയാണത്. മനുഷ്യനിപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പം ഈ എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിൽ എനിക്കൊരു ബാങ്ക് ബാലൻസ് ഉണ്ട് നിൽക്കുക, ഉണ്ട് എന്നല്ല പറഞ്ഞത്, ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അവിടെ ഒരു 1,00,000 ഉറുപ്പ്യുണ്ട്. ഒരു സുനാമി വന്ന് ബാങ്ക് കൊണ്ടുപോയാലോ? അപ്പോൾ സങ്കല്പമാണ്. അപ്പോൾ ഈശ്വര ചിന്ത ഇതൊന്നേ മനുഷ്യന് ശാശ്വതം ഈ ഉലകിൽ എന്ന് പഠിപ്പിച്ചു തന്നൊരു മയക്കുവെടി വെച്ച ആളുകൾ അഭയദേവും ആരാധ്യനായ തിരുനൈനാർ കുറിച്ചിയും നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് പാട്ടിലൂടെ അദ്ദേഹം എഴുതിയ പാട്ട് നമ്മളൊക്കെ ഇതിപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ 1,00,000 പാട്ടിൻ്റെ പോരങ്ങ് വേണ്ടി വരും ഇതൊക്കെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ. അദ്ദേഹം പറഞ്ഞു, അഭയദേവ് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കാര്യം ഒരു ശ്മശാനത്തെക്കുറിച്ചിട്ട് അദ്ദേഹം ആശാൻ പറഞ്ഞിട്ടുണ്ട്. കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ പുഷ്ടശ്രീതനുധാടിയോ ചെറുതുമിങ്ങൂരില്ല ഘോരാനലൻ സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നിഷ്ടന്മാർ വിരിയുന്നു. ഹാ
ഇവിടമാണ് അധ്യാത്മവിദ്യാലയം.